ഇപ്പോൾ ഹാരിസ് പീരാൻ സർവക്ഷേമത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് തന്നെയായിരുന്നു. കാരണം സാധാരണ നിലയിൽ ആ സമയത്ത് അവിടെ തുറന്നു കൊടുക്കാത്തതാണ്. പക്ഷേ ഇപ്രാവശ്യം ഏപ്രിൽ 20 തന്നെ വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തത് അത് സുരക്ഷാ സേനയുടെ അറിവോടെയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചു. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കേണ്ട സംഗതി. അപ്പോൾ അവിടെ സുരക്ഷാ സേന ഉണ്ടായില്ല. കാരണം സുരക്ഷാ സേന ഉണ്ടാവാത്തതിൻ്റെ കാരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ ആ മീറ്റിങ്ങിൽ നമ്മളെ ധരിപ്പിച്ചത്. അതിനുശേഷം എല്ലാവരും സംസാരിച്ചു. പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും അതേപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും സംസാരിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ സംസാരിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ പറഞ്ഞ പോലെ അസന്നിഗ്ധമായിട്ടുള്ള ഒരു സപ്പോർട്ട് സർക്കാരിന് കൊടുത്തു. പക്ഷെ അതോടുകൂടി തന്നെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. പല രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങളും വെച്ചു. അപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി ഞാൻ 2-3 കാര്യങ്ങൾ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭീകരാക്രമണം തന്നെയാണ്, തീവ്രവാദ ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിയന്തരമായിട്ട് പാർലമെൻറ്റിൻ്റെ സെഷൻ വിളിച്ചു കൂട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത്. രണ്ടാമത്, ഇതേപോലത്തെ അടിയന്തരമായിട്ടുള്ള യോഗത്തിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിച്ചില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതുവികാരമായിരുന്നു. ആദ്യം ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ അത് ഉന്നയിച്ചു. പിന്നീട് പല പ്രതിപക്ഷാംഗങ്ങളും, ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ അത് ഉന്നയിച്ചു. ഇന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു യോഗത്തിനേക്കാളും വലിയ യോഗമായിരുന്നോ ബീഹാറിൽ, അല്ലെങ്കിൽ ഈ യോഗത്തിന് അത്രമാത്രം പ്രാധാന്യം ഉണ്ടായുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് നാം അന്വേഷിച്ചത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ വന്നില്ല? കാരണം തീരുമാനം അൾട്ടിമേറ്റ്ലി എടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് എന്നുള്ളതിനാൽ.